ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ നമ്മൾ പാതി ഭാഗം നിർത്തിയാണ്. ഭാഗം 3 പറഞ്ഞു. അതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾസ് 12 മുതൽ 35 വരെ. അതിൽ നമ്മൾ പറഞ്ഞത് ഏകദേശം ഒരു 21A വരെ ഉള്ള ആർട്ടിക്കിൾസാണ് പറഞ്ഞത്. നമുക്ക് ബാലൻസ് നോക്കാം. ഭരണഘടനയിലെ സുവർണ ത്രികോണം, ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിശേഷണമുള്ള അനുച്ഛേദങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച 3 ഏതൊക്കെയാണ്? അനുച്ഛേദം 14, 19, 21. 3 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു? 14 അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. അനുച്ഛേദം 19 എന്തായിരുന്നു? 19-ൽ 3 കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 19(1) എന്താണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏതൊക്കെയായിരുന്നു? 19(1)A അഭിപ്രായ സ്വാതന്ത്ര്യം, 19(1)B ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, 19(1)C സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, 19(1)D സഞ്ചാര സ്വാതന്ത്ര്യം, 19(1)E ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, 19(1)F ഇല്ല. അത് നമ്മൾ എന്തെന്ന് പറഞ്ഞു? അത് സ്വത്തവകാശമാണ്. അത് മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞു. 44-ാം ഭേദഗതി വഴി ഒഴിവാക്കി. 19(1)F എന്ന് പറഞ്ഞു. പിന്നെ 19(1)G മാന്യമായ ഏത് തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ ആ ആർട്ടിക്കിൾ 19. പിന്നെ 21 നമ്മൾ പഠിച്ചതാണ്. എന്താണ് ആർട്ടിക്കിൾ 21? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അനുച്ഛേദം 21 ജീവിക്കുന്നതിന് വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ അനുച്ഛേദം 21 അനുസരിച്ചാണ്. നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും അനുച്ഛേദം 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏത് അവകാശത്തിൽപ്പെടുന്നു എന്ന് പറഞ്ഞു? മൗലിക അവകാശത്തിൽപ്പെടുന്നു. പക്ഷേ ആ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? മൗലികാവകാശത്തിൽ അനുച്ഛേദം 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണെന്ന് പറഞ്ഞു? KS പുട്ടസ്വാമി കേസ് 2017. അങ്ങനെ ആ 3 അനുച്ഛേദങ്ങൾ 14, 19, 21 ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. കേൾക്കാത്തവരത് കേൾക്കുക, എന്നാലേ അത് ക്ലിയർ ആകുകയുള്ളൂ. അങ്ങനെ ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നതാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന വിശേഷണമുള്ള അനുച്ഛേദങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 അനുച്ഛേദങ്ങളും. അനുച്ഛേദം 14, 19, 21. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനുച്ഛേദം 22. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. അനുച്ഛേദം 22 എന്ത് ചെയ്യുന്നു? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 22. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം 22. കരുതൽ തടങ്കിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വയ്ക്കാൻ കഴിയും? 3 മാസം വരെയാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലനാണ്. അങ്ങനെ നമ്മൾ 22 വരെ എത്തി. അടുത്തത് ഏതാണ്? 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരായ അവകാശമാണ്. അനുച്ഛേദം 23 മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു. അനുച്ഛേദം 23 മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു. അനുച്ഛേദം 24 എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബാലവേല, ചൈൽഡ് ലേബർ നിരോധിക്കുന്നു. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെക്മാർക്ക്. റെക്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാസ് സത്യാർത്ഥിയാണ്. റെക്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. അപ്പോൾ ഈ ഭാഗത്ത് കൈലാസ് സത്യാർത്ഥിയെക്കുറിച്ച് കൂടി കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് ഓർത്തു പോവാം. 2014 മലയാളിയോടൊപ്പം സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് കൈലാസ് സത്യാർത്ഥി. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാസ് സത്യാർത്ഥിയുടെ സംഘടന ബച്പൻ ബച്ചാവോ ആന്തോളൻ. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും ബാലവേലയ്ക്കുമെതിരെ പെട്ടെന്ന് തന്നെ നിയമ നടപടികൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി 2017 സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 16 വരെ സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 16 വരെ 2017 കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇന്ത്യ മുഴുവൻ റോഡ് മാർഗം ഭാരതയാത്ര നടത്തിയത് കൈലാസ് സത്യാർത്ഥിയാണ്. കൈലാസ് സത്യാർത്ഥി ചിൽഡ്രൻസ് ഫൗണ്ടേഷൻ KSCF എന്ന സംഘടനയാണ് ഭാരതയാത്ര നടത്തിയത്. ലോക ബാലവേല വിരുദ്ധ ദിനം വേൾഡ് ഡേ അഗൻസ്റ്റ് ചൈൽഡ് ലേബർ ജൂൺ 12 ആണ്.
അത്രയുമാണ് ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24. അടുത്ത അവകാശം ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്നലെ നമ്മൾ എല്ലാ അവകാശങ്ങളും പറഞ്ഞതാണ്. നമ്മൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് എത്രയാണ് ആർട്ടിക്കിൾസ്? 25 മുതൽ 28 വരെയാണ്. അപ്പോൾ അതിൽ അനുച്ഛേദം 25 ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശമാണ്. അനുച്ഛേദം 26 മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം. അനുച്ഛേദം 27 ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം. അനുച്ഛേദം 28 ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്നു. സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല. ഇനി അടുത്ത അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. 29 മുതൽ 30 വരെ ആർട്ടിക്കിൾ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അനുച്ഛേദം 29, 30. അനുച്ഛേദം 29 എന്ന് പറയുന്നു, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ കീഴിലോ സ്റ്റേറ്റിൻ്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല. അനുച്ഛേദം 30 എന്താണ് പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങൾ ഏതാണ്? ഇപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ അനുച്ഛേദം 15, 16, 19, 29, 30. ഇത് ഇത്രയും ആർക്ക് മാത്രമേ ഉള്ളൂ? നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് പഠിക്കുകയല്ലേ. അതിൽ മൗലികാവകാശങ്ങൾ 12 മുതൽ 35 വരെ. അതിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്നതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 15. എന്തായിരുന്നു അനുച്ഛേദം 15? അനുച്ഛേദം 15 മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നു. എന്നിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ് എന്ന് പറയുന്ന അനുച്ഛേദം 15. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമായ അനുച്ഛേദം 15 ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളിൽ പെടുന്നു. അനുച്ഛേദം 15. അത് കഴിഞ്ഞ് അനുച്ഛേദം 16. അനുച്ഛേദം 16 എന്തായിരുന്നു? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങൾ വരുന്നതാണ്. പിന്നെ അനുച്ഛേദം 19 ഇന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇത് പറഞ്ഞപ്പോൾ ഭരണഘടനയിലെ സുവർണ ത്രികോണം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഗോൾഡൻ ട്രയാങ്കിളിൽ വരുന്ന ഒന്നാണ് അനുച്ഛേദം 19. ആ 19 എന്താണ്? മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ നിന്നാണ് ഒരു മൗലിക സ്വാതന്ത്ര്യമായ 19(1)(f) നമ്മൾ എന്തെങ്കിലും ചെയ്തു? 44 ഭേദഗതി വഴി ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി 19(1)(a) മുതൽ G വരെ, അതിൽ F മാത്രമില്ല. അത് 44 ഭേദഗതി വഴി ഒഴിവാക്കി. ആ 19 എന്താണ്? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളിൽ പെടുന്നതാണ്. പിന്നീട് ഇപ്പം നമ്മൾ പഠിച്ച 29 എന്തായിരുന്നു? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? 29 ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ കീഴിലോ സ്റ്റേറ്റിൻ്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരന് അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദം 29. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ച അനുച്ഛേദം 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ആ 30 ഇത്രയും ഈ 5 എണ്ണം ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളാണ്. ഒരിക്കൽ കൂടി പറയാം. അനുച്ഛേദം 15, അനുച്ഛേദം 16, അനുച്ഛേദം 19, അനുച്ഛേദം 29, അനുച്ഛേദം 30 ഈ 5 എണ്ണം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളാണ്. ഇനി അടുത്തത് ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പം പഠിച്ചതിൽ
ബാക്കി ഉൾപ്പെടുന്നതെല്ലാം എന്താണ് 14 എന്തായിരുന്നു? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്ന അനുച്ഛേദം 14. അതെന്തിലും വരുന്നതാണ്? ഗോൾഡൻ ട്രയാങ്കിൾ, സുവർണ ത്രികോണത്തിലും വരുന്നതാണ്. അതിലും 14 ആ 14 എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട്, വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളിൽ വരുന്നതാണ്. അത് കണക്കിന് 20 എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. എന്താണ്? ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണം. 1, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. 2, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. 3, ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണമാണ് അനുച്ഛേദം 20. ആ 20 എന്താണ്? ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളിൽ പെടുന്നതാണ്. 21 നമ്മൾ പറഞ്ഞതാണ്, ഇന്നും വീണ്ടും പറഞ്ഞതാണ്. എന്തിലും ഉൾപ്പെട്ടതാണ്? ഭരണഘടനയുടെ സുവർണ ത്രികോണത്തിലും ഗോൾഡൻ ട്രയാങ്കിളിലും ഉൾപ്പെട്ടതാണ്, നമ്മൾ പറഞ്ഞതാണ്. അതും എന്താണ്? ഇന്ത്യൻ പൗരനും വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാകുന്ന മൗലികാവകാശത്തിൽ പെടുന്നു. 21A അങ്ങനെയാണ്. ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കുമുണ്ട്. 21A എന്തായിരുന്നു? വിദ്യാഭ്യാസ അവകാശ നിയമം. ആർട്ടിക്കിൾ 21A ചുവട് പിടിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 21A. അതും ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളിൽ പെടുന്നതാണ്. പിന്നീട് ഇന്ന് പഠിച്ച 22, പിന്നെ ഇന്ന് പഠിച്ച 23, ചൂഷണത്തിനെതിരായ അവകാശത്തിൽ വരുന്ന 23, പിന്നെ 24, 25 എല്ലാം ഇപ്പം പഠിച്ചതാണ്. 26, 27, 28 അതുവരെയുള്ളത് ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാകുന്ന മൗലികാവകാശങ്ങൾ. ഒരു കൂടെ പറയാം, ഏതൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാകുന്ന മൗലികാവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 14, 20, 21, 21A, 22, 23, 24, 25, 26, 27, 28. ബാക്കിയുള്ള 5 എന്താണ്? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളാണ്. അവ ഏതൊക്കെയാണ്? 15, 16, 19, 29, 30. അതെന്താണെന്ന് അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വേർതിരിച്ച് പഠിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത് കാണാതെ പഠിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആരാണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ആർട്ടിക്കിൾ 32. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 32. അനുച്ഛേദം 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അപ്പോൾ ഇനിയൊരു നമുക്ക് ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, ചോദിക്കാം. ഭരണഘടനയുടെ ഹൃദയ ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഈ 32 അനുച്ഛേദത്തെയാണ്. എന്നാൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് നമ്മൾ ഇനി മുമ്പ് പ്രിയാമ്പിൾ പഠിച്ചപ്പോൾ പഠിച്ച് ആമുഖത്തെയാണ്. ആമുഖ അഥവാ പ്രിയാമ്പിൾ, അതിനെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത്. പക്ഷേ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഈ 32 അനുച്ഛേദത്തെയാണ്. ഈ 32 അനുച്ഛേദത്തിൽ എന്താണ് പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ